Hello friends, welcome back to my channel Sakana Vlogs. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലിലേക്ക് മറക്കരുത്. ഹലോ, അപ്പോൾ നമ്മുടെ ഇന്നത്തേത് ഒരു വ്ളോഗാണ് വിത്ത് മൈ ഫാമിലി. എൻ്റെ ആൻറ്റിമാരെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുമായിട്ടുള്ള ഒരു ദിവസമാണ്. ഒരു ദിവസം ഫുള്ളില്ല, എന്നാലും ഞങ്ങളുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് അന്നത്തെ രാവിലത്തെ നാസ്ത പരിപാടികളൊക്കെയാണ്. അപ്പോൾ അന്ന് പൊറോട്ടയും ബീഫ് കറിയായിരുന്നു. അപ്പോൾ എല്ലാവരും രാവിലെ 8 മണിയായപ്പോഴത്തേന് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ വ്ളോഗ് കാണാം. അങ്ങനെ ഞങ്ങളുടെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇനി ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. എല്ലാവരും കൂടി ഇങ്ങനെ പുറത്തിറങ്ങിയപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അടുത്ത പരിപാടി ലഞ്ചിനുള്ള ബിരിയാണി ഉണ്ടാക്കുകയാണ്. ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നത് ഞങ്ങളുടെ മലപ്പുറംകാരുടെ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണിന്. അധികം കല്യാണ വീട്ടിലേക്ക് കിട്ടുന്ന ബിരിയാണി വളരെയധികം ടേസ്റ്റിയാണ്. അപ്പോൾ ഇന്ന് ബിരിയാണിയാണ്, ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. എൻ്റെ ആൻറ്റിയാണ്, അവൻ്റെ ചെറിയ ആൻറ്റിയാണ് ഉണ്ടാക്കുന്നത്, സായി ആൻറ്റി. അപ്പോൾ നമുക്ക് കാണാം. അങ്ങനെ നമ്മുടെ ബിരിയാണി മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ചിക്കൻ ഇട്ട് നന്നാക്കി മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് റെഡി ആവട്ടെ. അപ്പോൾ ഇതിന് നമുക്ക് റൈസ് വേവിക്കാനുള്ള വെള്ളം വെക്കാം. അങ്ങനെ വെള്ളം ഏകദേശം ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള റൈസ് ഇട്ട് കൊടുക്കാം.
വീഡിയോയുടെ ലെങ്ത്ത് കൂടണ്ടെന്ന് കരുതി മസാല ദമ്മിടുന്നൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ഫുഡൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഉച്ചയായി, 2 മണി ഏകദേശം ആവാറായിട്ടുണ്ട്. അപ്പോൾ ഇനി ഫുഡ് ഞങ്ങൾ കഴിക്കാൻ വേണ്ടി പോവാണ്. നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ, അടിപൊളി. ഞങ്ങൾക്കന്ന് ഉച്ചക്ക് ചിക്കൻ ബിരിയാണി മാത്രമല്ലായിരുന്നു, എഗ്ഗ് ബിരിയാണി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ കാട ബിരിയാണി ഉണ്ടായിരുന്നു. ഇത് എഗ്ഗ് ബിരിയാണിയാണ്. അത് സെയിം മസാലയിൽ തന്നെയാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അതേപോലെ തന്നെ കാട ബിരിയാണിക്ക് കാട ഫ്രൈ ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ ലഞ്ച് കഴിച്ചു. ഇത് 3ഉം എൻ്റെ 2 ആൻറ്റിമാർ ഉണ്ടാക്കി കൊണ്ടുവന്നതാണ്. അതേപോലെ തന്നെ ഇതും എൻ്റെ വേറെ ആൻറ്റീസ് ഉണ്ടാക്കിയതാണ്. അപ്പോൾ എല്ലാവരും വരുമ്പോൾ എന്തെങ്കിലും സ്പെഷ്യലായിട്ടൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരും. എങ്ങനെയുണ്ട് കേക്ക്? സൂപ്പർ. കേക്ക് എങ്ങനെയുണ്ട്? കേക്ക് എങ്ങനെയുണ്ട്? ഇനി ഞങ്ങൾ ബീച്ച് കാണാൻ വേണ്ടി പോവാണ്. ഇതിപ്പോൾ കുറച്ച് പേർക്ക് നടന്നു പോകണം, കുറച്ച് പേർക്ക് കാറ് പോകണം എന്നൊക്കെ പറഞ്ഞപ്പോൾ കുറച്ച് ദൂരം നടക്കാണ്ട്. അതുകൊണ്ട് ഞങ്ങൾ കാറായിട്ട് ഒരു കനാലുണ്ട്, കനോലി കനാൽ നേരും, അതിൻ്റെ ഒരു സൈഡിൽ നിർത്തിയിട്ടിട്ട് അവിടുന്ന് പാലം മുറിച്ച് കണ്ടിട്ട് കുറച്ചങ്ങനെ നടക്കണം. അപ്പോൾ അങ്ങനെ പോവാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. ഹായ്. അപ്പോൾ ഞങ്ങളിതാ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഫുള്ള് കാട് കെട്ടി കിടക്കുക കേട്ടോ. ഒരു എന്താ പറയുക, ഈ ഒരാൾക്ക് നടക്കാനുള്ളൊരു വഴി മാത്രമേ അവിടെ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ ഏകദേശം കാളാടുള്ള ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് കൂടിയാണ് ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ നേരെ എത്താൻ പോകുന്നത് ബീച്ചിലേക്കാണ്. അതും പുതിയ കടപ്പുറം ബീച്ച്. യെസ്, അതാണ് ന്യൂ ബീച്ച്, അതാണ് പുതിയ കടപ്പുറം ബീച്ച്. എൻ്റെ കൂടെ ഞങ്ങൾ എല്ലാ കൊളീഗ്സും ഉണ്ട്. ഒരു ടീം അവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ എത്രയും പെട്ടെന്ന് അവിടെ എത്തുന്നതാണ്. എൻ്റെ ഈ സൈഡിൽ കാണുന്നത് കാളാട് പള്ളിയാണ്. വളരെയധികം പ്രശസ്തമായ ഒരു പള്ളിയാണ്. അപ്പോൾ ഗായ്സ്, അപ്പോൾ നമ്മൾ നടന്ന് ഏകദേശം ബീച്ച് എത്താറായിട്ടുണ്ട്. അവിടെ ഇരിക്കാനേ മരം വെച്ച്. അങ്ങനെ ഞങ്ങളിതാ ബീച്ചിലെത്തിയിട്ടുണ്ട്. നല്ല വെയിലായിരുന്നു ഞങ്ങൾ ചെന്നപ്പോൾ. അധികം ആരുമില്ല, ഞങ്ങൾ തന്നെ ഉള്ളായിരുന്നു. ഇപ്പം ഞങ്ങൾ തിരിച്ച് വരാൻ സമയത്തൊക്കെ ഇങ്ങനെ ആളുകളുണ്ട്. അപ്പോൾ ഗായ്സ്, അപ്പോൾ ഞങ്ങളിതാ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്ഥലത്ത് അപ്പോൾ തന്നെ ഈവനിങ് ഫുള്ള് ഇവിടെ സ്പെൻഡ് ചെയ്യാനാണ്. നല്ല വെയിലുണ്ട് കേട്ടോ. ഫാമിലി ഫുള്ളായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്നെൻ്റെ കസിന് സഹിന, ഹായ്. ആരുമില്ല കേട്ടോ. എനിക്ക് സൂം ചെയ്ത് കാണിച്ചു തരാം. അവിടെ ഒരു വെള്ളം ഇറക്കുന്നുണ്ട്, മീൻ പിടിക്കാൻ പോകാനാണ്. അപ്പോൾ അത് നല്ല രസമുണ്ടായിരുന്നു ഈ പോകുന്നത് കാണാൻ വേണ്ടിയിട്ട്.
കുട്ടികൾ ഒരു യോ കൊടുക്ക് പോയി അപ്പോൾ ഞങ്ങൾ ഏകദേശം പോവാറായിട്ടുണ്ട്. അപ്പോൾ സൺസെറ്റ് ഞാൻ കാണിച്ചില്ല. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വരികയാണ്. സമയം ഏകദേശം 5:45 ആയിട്ടുണ്ട്. നേരത്തെ ഇരുട്ടാവുന്നത് കാരണം വേഗം പോന്നു. അപ്പോൾ അത് ഞങ്ങൾ തിരിച്ച് നടക്കുകയാണ്. കണ്ട് അപ്പോൾ ഇതാ ഞങ്ങൾ പാലത്തുമ്മലൊക്കെ കയറി. അപ്പുറത്തെ സൈഡിലാണ് ഞങ്ങളെ വണ്ടി ഉള്ളത്. അപ്പോൾ ഇതാ എല്ലാവരും നടന്നു വരണുള്ളൂ. ഉമ്മയും ആൻറ്റിയും എല്ലാവരും വരണുള്ളൂ. ഇതാണ് കനോലി കനാല്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.